ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 46 സങ്കീർത്തനം 8 തിരുവചനം. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ പ്രവർത്തികൾ കാണാം. സങ്കീർത്തകൻ ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ പ്രവർത്തികൾ കാണാം. എത്രമാത്രം ദൈവപ്രവർത്തി കണ്ടവരാണ് നമ്മൾ. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിലെല്ലാം അതിശയകരമാവിധം ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മൾ. വീണ്ടും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തികൾ സഭയിലും സമൂഹങ്ങളിലും ശക്തിയോടെ വെളിപ്പെടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കിന്ന് ആവശ്യമായിരിക്കുന്ന പ്രധാനമായ ഒന്നാണ് ദൈവപ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി ആവശ്യമില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല. നമ്മളാരുമാകട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവമായ കർത്താവിൻ്റെ ഇടപെടലുകളും പ്രവൃത്തിയും വെളിപ്പെടുക എന്നുള്ളത് ഇന്നിൻ്റെ വളരെ ആവശ്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ ആകുലതകൾ, നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ, കലുഷിതമായ സാഹചര്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, നിസാര കാര്യങ്ങളെ പ്രതിയുള്ള കലഹങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മധ്യയെ പരിവർത്തിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളിലേക്ക് മഹത്വത്തോടെ വരണമേ. എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമർപ്പിത സമൂഹങ്ങളെ നവീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ സഭയെ ശക്തീകരിക്കണമേ. സഭയ്ക്ക് സമാധാനം അരുളണമേ. സഭയിൽ ഐക്യം സ്നേഹവും വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ വ്യക്തിപരമായി സന്ദർശിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ദൈവവചനത്തിനായി ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. ആത്മാവേ, വചനമയച്ച് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, തിരുനാമത്തെ ഞങ്ങൾ ഒരു മനസ്സോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ യാചനാപുരം തുറന്നു പിടിച്ച് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിതമാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വരികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം പോ നടത്തണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി
ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ നമ്മളെല്ലാം പൂരിതമാകുവാൻ ആത്മാവിനെ വിളിച്ച് ഒരു മനസ്സോടെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, വചനത്തിന്റെ ആത്മാവായി, ദൈവവചനത്തിന്റെ തീയായി പതിനായിരങ്ങൾ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, വചനമയച്ച് അനേക രോഗികളെ സുഖപ്പെടുത്തണമേ. പാപശക്തികളിൽ നിന്ന്, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് ദൈവവചനത്തിന്റെ അനന്ത ശക്തിയാൽ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഈശോയേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ദൈവമഹത്വം ഇറങ്ങട്ടെ. ഓരോ വ്യക്തിയിലേക്ക് അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ദേശാന്തരങ്ങളിൽ, ലോകരാജ്യങ്ങളിലേക്ക് അവിടുത്തെ നാമത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ദൈവവചനത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, മുദ്ര വയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവായ ദൈവമേ, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ലിദിയയുടെ ഹൃദയം തുറന്നതുപോലെ ഈ ദൈവവചന പ്രഘോഷണ നിമിഷങ്ങളിൽ അനേകം ഹൃദയങ്ങളെ കർത്താവിന്റെ വചനത്തിനായി ആത്മാവെ തുറക്കണമേ, ആത്മാവെ തുറക്കണമേ. ദൈവവചനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മളെത്രയും അനുഗ്രഹീതരാണ്. ശാലോം ടെലിവിഷനിലൂടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നൽകി ദിനംതോറും നമ്മെ പരിപാലിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, സുവിശേഷവൽക്കരണത്തിൽ നമ്മുടെ നിലപാട്. സുവിശേഷവൽക്കരണത്തിൽ നമ്മുടെ നിലപാട് വളരെ കാലികമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ആത്മാവ് നമുക്ക് തരുന്നത്. മറ്റെന്തിനേക്കാളും നമ്മൾ ഓരോരുത്തരും ധീരതയോടെ കർത്താവിനും സഭയ്ക്കുമായി സാക്ഷ്യം നൽകേണ്ട ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ സഭയ്ക്ക് ഭരമേൽപ്പിച്ച സാർവത്രികമായ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമാണ്, ഇവാഞ്ചലൈസേഷനാണ്. യേശു തൻ്റെ സഭയെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് തൻ്റെ രക്ഷാകര ദൗത്യം തുടർന്നു പോകുവാനാണ്. സുവിശേഷവൽക്കരണത്തിലൂടെ അനേകം ആത്മാക്കളെ കർത്താവിനായി നേടുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ വചനത്തിലൂടെ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകുന്ന ശ്രേഷ്ഠമായ നിയോഗത്തെക്കുറിച്ചാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. തൻ്റെ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന യൂണിവേഴ്സൽ മിഷൻ, എല്ലാവരും ശ്രദ്ധിക്കണമേ, യൂണിവേഴ്സൽ മിഷൻ ആണ് പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം പ്രസംഗിച്ച്, സുവിശേഷം ജീവിച്ച് ഈ ലോകത്തെ കർത്താവിനായി നേടുക എന്നുള്ള ദൗത്യം. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ എനിക്കും നിങ്ങൾക്കും ഈ ദൗത്യം നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ഒരു അപ്പോസ്തലിക ലേഖനമാണ്
ഏഷ്യയിലെ സഭ. ഈ ശ്ലൈഹിക ആഹ്വാനത്തിൽ പരിശുദ്ധ പിതാവ് സഭാ മക്കളോട് പറയുന്നുണ്ട്, സഭ സ്വഭാവത്താൽ മിഷണറിയാണ്. സുവിശേഷവൽക്കരണം ദൈവജനം മുഴുവന്റെയും ഉത്തരവാദിത്തമാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിച്ച്, സഭ സ്വഭാവത്താൽ മിഷണറിയാണ്. കർത്താവിൻ്റെ യഥാർത്ഥ മിഷണറി അവിടുത്തെ സഭയാണ്. സുവിശേഷവൽക്കരണം, ഇവാഞ്ചലൈസേഷൻ ദൈവജനം മുഴുവന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ക്രൈസ്തവരായ എൻ്റെയും നിങ്ങളുടെയും, ആരെല്ലാം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവോ അവരുടെ എല്ലാം ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷൻ ആണ്. കർത്താവിന് സാക്ഷ്യം നൽകി, കർത്താവിന്റെ വചനം കൊടുത്ത്, ഈ തലമുറയ്ക്ക് യേശുവിനെ കൊടുത്ത് അസംഖ്യം ആത്മാക്കളെ നിത്യജീവനായി നേടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷവൽക്കരണത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇന്ന് പലപ്പോഴും നമ്മുടെ നിസ്സംഗതയും സുവിശേഷവൽക്കരണത്തോടുള്ള നമ്മുടെ നിഷ്ക്രിയത്വവും അലസതയും ഉദാസീനതയുമാണ് ഇന്ന് അനേകം ആത്മാക്കളുടെ നാശത്തിന് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തോടും കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സാർവത്രികമായ ദൗത്യത്തോടുമുള്ള നമ്മുടെ നിരുത്തരവാദിത്വം, നമ്മുടെ നിഷ്ക്രിയത്വം ഇന്ന് സുവിശേഷവൽക്കരണത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എത്രയോ ആത്മാക്കളാണ് സത്യവചനം തിരിച്ചറിയാതെ, യേശു ഏകസത്യ ദൈവമാണെന്ന് മനസ്സിലാക്കാതെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കൊരു ഹൃദയ വേദനയുണ്ടാകണം. ഇന്ന് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും എന്താണ് ആത്മാവിന് പറയാനുള്ളത്? ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നമുക്കൊരു ഹൃദയ വേദനയുണ്ടാകണം. ഒരു പ്രസവ വേദന, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈറ്റുനോവുണ്ട്, ഒരു പ്രസവ വേദന. ഈ വേദനയാണ് ഇന്ന് നമുക്ക് ആവശ്യം. ആർക്കെല്ലാം ഈ ആത്മവേദനയുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് സുവിശേഷവൽക്കരണത്തിനായി മുന്നോട്ട് വരുവാൻ തയ്യാറാകും. ഈ ഒരു സമർപ്പണം, ഈ ഒരു കമ്മിറ്റ്മെന്റ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കണമെന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് സഭാ മക്കളോട് പറഞ്ഞു, ഇവാഞ്ചലൈസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹായി മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം പൗലോസ്ലീഹ സുവിശേഷത്തിന്റെ തീയാണ്, തീ. പോൾ വാസ് ഫയർ. എത്രയോ ദേശങ്ങളിലേക്ക് കർത്താവിന്റെ സുവിശേഷവുമായി തീഷ്ണതയോടെ അദ്ദേഹം കടന്നുപോയി. നൂറുകണക്കിന് സ്ഥല സഭകൾ പൗലോസ്ലീഹ സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ അനേകരോട് വചനം പറഞ്ഞ് അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് കർത്താവിന്റെ സഭയോട് കൂട്ടിച്ചേർത്തു. സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ പൗലോസ്ലീഹ. പൗലോസ്ലീഹയ്ക്ക് ഇവാഞ്ചലൈസേഷനുള്ള നിലപാട് എന്തായിരുന്നു? 3 കാര്യങ്ങൾ ഈ സമയത്ത് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയായി സ്വീകരിക്കേണ്ട സമയമാണിത്. ഈ സമയം തിരിച്ചറിഞ്ഞ് ഈ കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നമ്മൾ ഒരുങ്ങേണ്ട സമയമാണിത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിലേക്ക് കർത്താവിൻ്റെ ഈ സ്വപ്നം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിന്റെ വേദന നമ്മൾ സ്വന്തമാക്കണം. ഇന്ന് സ്വർഗത്തിന് നിലവിളി എന്തിനു വേണ്ടിയാ? നശിക്കുന്ന ആത്മാക്കളെ പ്രതിയാ. ആത്മാക്കളെ നാശത്തെ പ്രതിയാണ് ഇന്ന് സ്വർഗം കരയുന്നത്, സ്വർഗം വേദനിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഹൃദയം ഇന്ന് ഒരുപാട് മുറിവേറ്റിരിക്കുക. എന്തിനെ പ്രതി? നശിക്കുന്ന ആത്മാക്കളെ പ്രതി, അസംഖ്യമായ പാപങ്ങളെ പ്രതി. ഈ തലമുറയിൽ നടമാടുന്ന വിശ്വാസത്യാഗവും ദൈവനിഷേധവും പാപമേച്ചത് അതിപ്രസരവും എല്ലാം കണ്ട് ഈശോ ഒരുപാട് ഇന്ന് സങ്കടപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ഒരു ആത്മാവിനെ കർത്താവിനായി നേടുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം ആശ്വസിക്കും. അത്രമാത്രം നമ്മുടെ ഈശോയുടെ ഹൃദയത്തിന് ഒരു ആശ്വാസം കിട്ടുകയാണ്. പൗലോസ്ലീഹ എന്താണ് സുവിശേഷവൽക്കരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ നിലപാട്? റോമാക്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്,
അജ്ഞന്മാരോടും വിജ്ഞാനികളോടും അപരിഷ്കൃതരോടും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരോടും സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഐ ആം ഒബ്ലിഗേറ്റഡ് പേഴ്സൺ. ഞാൻ കടപ്പെട്ടവനാണ്. അവിടെ 4 കാറ്റഗറി പൗലോസിലേക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇത് ലോകം മുഴുവനെയും സൂചിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരോടും കർത്താവിൻ്റെ വചനം പ്രഖ്യാപിക്കുവാൻ ഞാൻ കടപ്പെട്ടവരാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മാമോദീസ എന്ന കുദാശ സ്വീകരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഈ സാർവത്രികമായ ദൗത്യത്തിൽ പങ്കാളികളാകുകയാണ്. നമ്മൾ സഭയുടെ മക്കളാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കർത്താവ് തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന യൂണിവേഴ്സൽ മിഷനാണ് ഇവാഞ്ചലൈസേഷൻ, പ്രീച്ച് ദ ഗോസ്പൽ. ഓരോ ക്രിസ്ത്യാനിയുടെയും, ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നോ ആ ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ് സുവിശേഷം പ്രഘോഷിക്കുക, വചനം പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഐ ആം ഒബ്ലിഗേറ്റഡ് പേഴ്സൺ. ഞാൻ കടപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ഇന്ന് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, നമ്മൾ വചനം വായിച്ച് ധ്യാനിക്കാഞ്ഞിട്ടല്ല. ഇന്ന് വചനം പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളും സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ വചനം പഠിക്കാഞ്ഞിട്ടോ, വചനം ധ്യാനിക്കാഞ്ഞിട്ടോ, പ്രാർത്ഥിക്കാഞ്ഞിട്ടോ, പരിശുദ്ധ കുദാശകൾ സ്വീകരിക്കാഞ്ഞിട്ടല്ല. കർത്താവ് നൽകിയിരിക്കുന്ന ഈ ദൗത്യം നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മൾ അനേകർ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു. പലരും ഈ ദൗത്യം മറന്ന് തന്നെ ജീവിക്കുന്നു. ശ്രദ്ധിച്ചേ, ദൗത്യം മറന്ന് ജീവിക്കുകയാണ്. നമ്മുടേതായ ജീവിതത്തിന് വ്യഗ്രതകൾ, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സുഖം, എൻ്റെ കംഫർട്ട്, എൻ്റെ ഇതിൽ അള്ളിപ്പിടിച്ചിരിക്കുക. ഇതല്ലേ ഇവാഞ്ചലൈസേഷന് തടസ്സമായി മാറുന്നത്? ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരും സന്യസ്തരും അൽമായരൊക്കെ ഒരുമിച്ച് ഈ വിഷയത്തിൽ കർത്താവിന് മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ദൗത്യം മറന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ പരാജയത്തിന് കാരണം. നമ്മുടെ സഭയിൽ പല പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം എന്താ? ഈ ദൗത്യം മറന്ന് നമ്മൾ പോകുന്നു. കർത്താവ് സഭയെ ഭരമേൽപ്പിച്ച ഈ ദൗത്യത്തിൽ നിന്ന് നമ്മൾ ഏറെ അകന്നു പോകുന്നു. ഇതല്ലേ നമ്മുടെ തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണം, നമ്മുടെ ദുരിതത്തിന്റെ ഒരു പ്രധാന കാരണം? ഇത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതൊരു പ്രധാന കാരണം തന്നെ, പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് നാശത്തിലേക്ക് പോകുന്നു. നമ്മുടെ അനേകം കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, അവർ പലപ്പോഴും വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുന്നു. അവർക്ക് ആ മിഷണറി സ്പിരിറ്റ് ഇല്ല. എന്താ കാരണം? നമ്മിൽ നിന്ന് ഈ മിഷണറി ചൈതന്യം നമ്മുടെ മക്കളിലേക്ക്, യുവമക്കളിലേക്കും പകർന്നു കൊടുക്കുന്നതിൽ ഞാനും നിങ്ങളൊക്കെ ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ. ജീവിതത്തിന് വ്യഗ്രത മൂലം കർത്താവ് തന്നിരിക്കുന്ന ഈ ദൗത്യം മറന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പൗലോസിന്റെ നിലപാട് എന്താ? ഐ ആം ഒബ്ലിഗേറ്റഡ്. എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം ഞാൻ ബന്ധിതനാണ്, ഞാൻ കടപ്പെട്ടവനാണ് സകല മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്. നമ്മൾ ആര് തന്നെ ആവട്ടെ സഹോദരങ്ങളെ, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്തുമാവട്ടെ, നമ്മുടെ പ്രൊഫഷൻ എന്തുമാകട്ടെ, നീ ഒരു ക്രിസ്ത്യാനിയാണോ? സഹോദര സഹോദരി, നീ ഒരു ക്രിസ്ത്യാനിയാണോ? നീ ഒരു കാത്തലിക്കാണോ? നിന്റെ ഏറ്റവും പ്രധാനവും പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. സുവിശേഷം ജീവിക്കുക എന്നുള്ളതാണ്. ഈ തലമുറയിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. പൗലോസ് പറയാ, ഞാൻ കടപ്പെട്ടവനാണ്. ഇതുകൊണ്ടാണ് പൗലോസ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അവിടെ 9-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, കാരണം അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിലേക്ക് വചനം ഏറ്റെടുക്കണം. ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ഒരു ക്രൈസ്തവനായിരുന്നിട്ട്, കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു വിശ്വാസിയായിരുന്നിട്ട്, കർത്താവിൻ്റെ സ്നേഹം അല്പമായിട്ടെങ്കിലും മനസ്സിലാക്കുവാൻ അവിടെ നിന്നോട് കാരുണ്യം കാണിച്ചിട്ട് ഞാനും നിങ്ങളും നിസ്സംഗതയിലും അലസതയിലും മന്ദോഷതയിലും ആയിരിക്കുമ്പോൾ, സഹോദരങ്ങളെ,
ദുരിതമെന്ന് പരിശുദ്ധ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പൗലോസ്ലീഹയുടെ സാക്ഷ്യം? എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ, ഞാൻ കർത്താവിന്റെ വചനം കൊടുത്ത് ഈ തലമുറയെ നിത്യജീവനായി നേടുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, എനിക്ക് ദുരിതം, ദുരിതം, ദുരിതമെന്ന് ആവർത്തിച്ച് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ദുരിതം മാറാത്തത്? എന്തുകൊണ്ടാണ് ആരാധിച്ചിട്ടും ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകാത്തത്? അതിൻ്റെ ഒരു കാരണം നമ്മൾ ദൗത്യം മറന്ന് മുന്നോട്ട് പോകുന്നതാണ്. കുടുംബമായി സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് കർത്താവിന് സാക്ഷ്യം നൽകുക, കർത്താവിനെ മഹത്വപ്പെടുത്ത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ കൊടുക്കുവാൻ, അവിടുത്തെ വചനം കൊടുക്കുവാനുള്ള തീഷ്ണതയും അഭിനിവേശവും നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. രണ്ടാമത്തെ നിലപാട് എന്താണ്? പൗലോസ് റോമക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. അതിനെല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയം തൊട്ടുണർത്തിയൊരു വചനമാണ്. ഞാൻ വെറും ആഗ്രഹമല്ല, തീവ്രമായ ആഗ്രഹം. മലയാള ഭാഷയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊരു ഭാഷയില്ല. അതിന്റെ ക്ലൈമാക്സ് വാക്കാണത്, തീവ്രമായ ആഗ്രഹം. പൗലോസ്ലീഹയുടെ തീവ്രമായ ആഗ്രഹം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, ഇവാഞ്ചലൈസേഷൻ. ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ. ഇതിന് മാത്രമായിട്ടാണ് തൻ്റെ ജീവിതം പൗലോസ്ലീഹ സഭയ്ക്കും കർത്താവിനുമായി സമർപ്പിച്ചത്. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും പറ്റുന്നത് പോലൊക്കെ കൊച്ചു കൊച്ചു വേലകൾ കർത്താവിനായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നമ്മുടെ മനസ്സിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഇപ്പോഴും നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ സ്വപ്നങ്ങൾ എന്താ? നമ്മുടെ പ്രതീക്ഷകൾ എന്താ? നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും, നമ്മുടെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും തെറ്റല്ല, ശ്രദ്ധിക്കണമേ, ഒരിക്കലും തെറ്റല്ല. പക്ഷേ അതാണ് നമ്മുടെ യഥാർത്ഥ വിളി? അതുമാത്രമാണോ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. കർത്താവ് ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവാഞ്ചലൈസേഷന് വേണ്ടിയാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒന്ന്, വ്യക്തിപരമായ എൻ്റെ ആത്മാവിന്റെ രക്ഷ. രണ്ട്, മറ്റുള്ളവരുടെ ആത്മരക്ഷ. ഇത് രണ്ടും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ടീച്ചർ ആവാം, കൂലിപ്പണിക്കാരനാവാം, ഡ്രൈവർ ആകാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം, പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാകാം, ബിസിനസ്സുകാരനാവാം, ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആവാം. നമ്മൾ ആരും ആവട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഏത് പ്രൊഫഷനിൽ, നമ്മൾ ഏത് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിലും ഈ സത്യം മറക്കരുതേ. നമ്മുടെ പ്രഥമമായ ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷയാണ്, ഇവാഞ്ചലൈസേഷൻ ആണ്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പൗലോസിനോട് നീ ചോദിച്ചേ, എന്താ പൗലോസെ അങ്ങേക്ക് ഈ തീവ്രമായ ആഗ്രഹം? പൗലോസ് പറയുന്നൊരു കാരണമുണ്ട്. നിത്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു മാർഗമില്ല, നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല. അപ്പോസ്തല പ്രവർത്തന 4:12, മറ്റൊരുവിനും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല, യേശുവിന്റെ നാമമല്ലാതെ. നമ്മൾ എത്രയോ പ്രാവശ്യം ആത്മാവിൽ പാടിയിട്ടുണ്ട്, മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടിക്കേ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. സഹോദരങ്ങളെ, നിത്യരക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു നാമമില്ല. ഏക മാർഗം, ഏക വഴി, ഏക സത്യം കർത്താവ് യേശു മാത്രമാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ സത്യം
നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാലുണ്ടല്ലോ, നമ്മൾ ഇവാഞ്ചലൈസേഷനായി മുന്നോട്ട് വരും. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ കൊടുക്കുവാൻ, വചനം കൊടുക്കുവാൻ, അനേകം ആത്മാക്കളെ യേശുവിൻ്റെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ഈ തലമുറയെ നിത്യജീവനായി നേടുവാനുള്ള തീവ്രമായൊരു അഭിനിവേശം, തീഷ്ണത, ആഗ്രഹം, സ്വപ്നം, ഒരു ജ്വലനം സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിനുണ്ടാകണം. മൂന്നാമത്തെ നിലപാട്, ഞാൻ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കുന്നില്ല. ഐ എം നോട്ട് അഷെയിംഡ്. റോമക്കാർക്ക് ഇത് ലേഖനം 1:16 നമ്മൾ കാണുന്നു. സുവിശേഷം എനിക്ക് ആനന്ദമാണ്, സുവിശേഷം എൻ്റെ ശക്തിയാണ്, സുവിശേഷം എനിക്ക് ജീവനാണ്. പൗലോസ് പറയുന്നുണ്ട്, ആരെല്ലാം ഈ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ നിത്യമായി രക്ഷിക്കുവാനുള്ള ദൈവശക്തിയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഈ സത്യം മനസ്സിലാക്കി എൻ്റെ നമ്മൾക്ക് അഭിമാനമാകണം. പരിശുദ്ധ ബൈബിൾ കൈകളിലെടുക്കാൻ, പരസ്യമായി നമ്മൾ ബൈബിൾ പിടിച്ച് നടക്കാൻ, നമ്മൾ വചനം ഉയർത്താൻ, വചനത്തിന് സാക്ഷ്യം നൽകുവാൻ, വചനം പ്രഖ്യാപിക്കുവാൻ, വചനം പങ്കുവെക്കുന്നതിൽ നമുക്ക് ആത്മാഭിമാനമുണ്ടാകണം, ആനന്ദമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമാകണം കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ഇത് നമ്മുടെ കടമയാണെന്നും നമ്മുടെ തീവ്രമായ ആഗ്രഹം ഇവാഞ്ചലൈസേഷൻ ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ലജ്ജിക്കാതെ, നാണിക്കാതെ, ഭയം കൂടാതെ, നിരാശപ്പെടാതെ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കൊള്ളുന്നവരായി, വചനത്തിൽ അഭിമാനമുള്ളവരായി, ദൈവവചനത്തിൻ്റെ സാക്ഷികളായി നമുക്ക് സുവിശേഷവൽക്കരണത്തിൽ ഉറച്ച നിലപാടും തീരുമാനമുള്ളവരായിട്ട് മാറാം. നമ്മൾ കേട്ട ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്, നമ്മുടെ നിയോഗങ്ങൾ ആശീർവദിക്കുകയാണ്. നിങ്ങൾ ആരെല്ലാം ഈ ഒരു ദൗത്യത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, യെസ് ലോർഡ്, ഐ ആം റെഡി ലോർഡ്, വി ആർ റെഡി ലോർഡ്, ഈ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ആരെല്ലാം വരുന്നു അവരിലേക്കെല്ലാം ആത്മാവിൻ്റെ തീ ഇറങ്ങുകയാണ്. റുഹായുടെ കാറ്റ് വീശുകയാണ്. നമ്മുടെ നിയോഗങ്ങളിലെല്ലാം ദൈവകൃപയുടെ വ്യാപനം ഉണ്ടാവുകയാണ്. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് ഇവാഞ്ചലൈസേഷനായി കൂടുതലായി അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ